തച്ചോളി ഒതേനൻ ഭാഗം 10. കുഞ്ഞിപ്പൊന്നിയുടെ സ്വയംവര നായകൻ. അണ്ടലൂർ ശ്രീരാമദേവ ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവിടെ ചെന്ന് ദർശനം നടത്തണമെന്ന് ഒതേനന് ആഗ്രഹം തോന്നി. ആ വിവരം ചാപ്പനോട് പറഞ്ഞപ്പോൾ അതൊരു നല്ല വിചാരമാണെന്ന് അയാളും സമ്മതിച്ചു. എന്നാൽ അതീവ സാഹസികനും പ്രശസ്തനുമായ തച്ചോളി ഒതേനൻ സ്വന്തം രൂപത്തിൽ അത്തരത്തിലൊരു യാത്ര പോകുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാമെന്ന് ചാപ്പൻ അഭിപ്രായപ്പെട്ടു. ആലോചിച്ചപ്പോൾ ചാപ്പൻ പറഞ്ഞത് ശരിയാണെന്ന് ഒതേനനും തോന്നി. ചാപ്പ, നിന്റെ ബുദ്ധി കൊള്ളാം. എന്നാൽ ഏത് വേഷത്തിലാണ് പോകേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക, ഒതേനൻ പറഞ്ഞു. സുന്ദര കളയമ്പരനായ ഒരു നമ്പൂതിരി യുവാവായി വേഷം കെട്ടിയാലോ? കണ്ടാച്ചേരി ചാപ്പൻ അഭിപ്രായപ്പെട്ടു. അതെന്താണ് ഞാൻ നമ്പൂതിരി യുവാവായി വേഷം കെട്ടണമെന്ന് നിനക്കിത്ര നിർബന്ധം? നമ്പൂതിരിയാവുമ്പോൾ എവിടെയും സ്വതന്ത്രമായി കയറി ചെല്ലാം. ചെല്ലുന്നിടത്തൊക്കെ നല്ല സ്വീകരണം കിട്ടുകയും ചെയ്യും. ഊട്ടുപുരകളിലെല്ലാം കയറി മിഷ്ടാന്നമായ സദ്യ ഉണ്ണുകയും ചെയ്യാം. കാര്യം ശരി തന്നെ. ആളെ തിരിച്ചറിഞ്ഞാൽ നല്ല പൂശു കിട്ടുമല്ലോ, ഒതേനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല വരവേൽപ്പും ഒന്നാന്തരം ഊണും സുഖസൗകര്യങ്ങളുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് 2 പൂശും കൂടി കിട്ടിയാൽ പിന്നെ സഹിക്കാവുന്നതല്ലേ ഉള്ളൂ, ചാപ്പനും ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കാര്യം കൊള്ളാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ നിനക്ക് ചേരുന്ന വേഷം എന്താണാവോ? തിരുമനസ്സാകുമ്പോൾ ഒരു സേവകനും അത്യാവശ്യമാണല്ലോ. അടിയൻ അവിടുത്തെ വെറ്റിലച്ചെല്ലം സൂക്ഷിപ്പുകാരനായിക്കൊള്ളാമേ, ഒതേനൻ്റെ മുമ്പിൽ വായ്പൊത്തി നിന്നുകൊണ്ട് ചാപ്പൻ പറഞ്ഞു. അടുത്ത നാൾ കുളിച്ചു തൊഴുത് ലോകനാർ കാവലമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഇരുവരും യാത്രയ്ക്കൊരുക്കം തുടങ്ങി. കാതിൽ ചുവപ്പ് വില്ലുകടുക്കനും കഴുത്തിൽ രുദ്രാക്ഷം കെട്ടിയ മുത്തുമാലയും ഒതേനനെ അണിയിച്ച ചാപ്പൻ 3 ഇഴകളുള്ള പൂണൂലണിയിച്ച് കസവുള്ള സോമൻ തട്ടുടുപ്പിച്ചു. കഴുത്തിൽ മഞ്ഞ നിറമുള്ള അംഗവസ്ത്രവും നെറ്റിയിൽ 3 ഭസ്മവരകളും നടുവിലായി ചന്ദനക്കുറിയും അതിനു മീതെ ഒരു കുങ്കുമപ്പൊട്ടും കൂടിയായപ്പോൾ തച്ചോളി ഒതേനക്കുറുപ്പ് എന്ന ചെറുപ്പക്കാരൻ അതിയോഗ്യനായ ഒരു ബ്രാഹ്മണ യുവാവായി മാറി. ആ പ്രത്യേക ചന്തം അല്പമകലെ മാറി നിന്ന് നോക്കി രസിച്ചുകൊണ്ട് ചാപ്പൻ പറഞ്ഞു. ഹായ്, തച്ചോളി മാണിക്യോത്തില്ലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരി കാഴ്ചയ്ക്ക് അസലായിരിക്കണം കേട്ടോ. ഇനിയിപ്പം വെറ്റിലച്ചെലവുമായി കുഞ്ഞിരാമൻ കൂടി വന്നു എന്നാൽ നേരത്തങ്ങ് പുറപ്പെടാമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് തച്ചോളി ഒതേനനും ചിരിച്ചു. ഹാവു, അടിയനിപ്പം ഒരുങ്ങി വന്നേക്കാമേ എന്ന് പറഞ്ഞ് മുറിക്കുള്ളിലേക്ക് കയറിപ്പോയ ചാപ്പൻ അകത്തെ കോണകം പുറത്തു കാണുമാറുള്ള ഒറ്റമുണ്ടെടുത്ത് കഴുത്തിലൊരു ചുട്ടിത്തോർത്തുമിട്ട് കയ്യിൽ വെറ്റിലച്ചെല്ലവുമായി ഭവ്യതയോടെ ഇറങ്ങി വന്നു. എന്നാപ്പം എന്തോട്ടാ അമാന്തം കുഞ്ഞിരാമ? രാഹുകാലം കഴിഞ്ഞൂലോ, പുറപ്പെട്ടോളൂ പുറപ്പെട്ടോളൂ. റാൻ അടിയൻ. പല തമാശകളും പറഞ്ഞ് അവർ യാത്രയായി. വഴിയോരത്ത് നിന്നിരുന്ന പലരും നമ്പൂതിരി യുവാവിനെയും അദ്ദേഹത്തിൻ്റെ വെറ്റിലപ്പെട്ടി സൂക്ഷിപ്പുകാരനെയും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ബഹുദൂരം യാത്ര ചെയ്ത് അവർ മലയോര പ്രദേശമായ ചെരിഞ്ചല്ലൂർ എന്ന ദേശാതിർത്തിയിൽ എത്തിച്ചേർന്നു. അന്ന് ആ ചെറുദേശം വാണിരുന്നത് കുറിച്യർ സമുദായത്തിൽപ്പെട്ട പൊന്നാതിരി എന്ന വീരയോദ്ധാവായിരുന്നു. അയാൾ തൻ്റെ കരബലത്താൽ വെട്ടിപ്പിടിച്ചെടുത്തതായിരുന്നു ആ ദേശം. ആണായി പിറന്നവരെല്ലാം ആയോധന കലകളിൽ അഗ്രഗണ്യരായിരിക്കണം എന്നുള്ളതായിരുന്നു അയാളുടെ സിദ്ധാന്തം. അതിനായി ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലും അംഗക്കളരികൾ സ്ഥാപിക്കുകയും ചെയ്തു. തൻ്റെ ഏകപുത്രിയായ കുഞ്ഞിപ്പൊന്നിയെ വേൾക്കുന്നവൻ വീരധീര പരാക്രമിയായിരിക്കണമെന്ന് പൊന്നാതിരിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ പിതാവിൻ്റെ തീരുമാനം തന്നെയായിരുന്നു കുഞ്ഞിപ്പൊന്നിയുടെയും. അവൾക്ക് 16 വയസ്സ് പൂർത്തിയായതോടെ പൊന്നാതിരി സ്വയംവരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ചില പ്രത്യേക മത്സരങ്ങൾ അതിനായി ഏർപ്പെടുത്തുകയും മത്സരങ്ങളിൽ വിജയിക്കുന്ന വീരന് കുഞ്ഞിപ്പൊന്നിയെ കൈപിടിച്ചു കൊടുക്കുന്നതായിരിക്കുമെന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു. വേഷപ്രച്ഛന്നരായി ചെരിഞ്ചല്ലൂർ ദേശത്ത് വന്നെത്തിയ തച്ചോളി ഒതേനനും ചാപ്പനും ഈ വിചിത്ര സ്വയംവരത്തെക്കുറിച്ച് അറിഞ്ഞു. നടക്കാനിരിക്കുന്നത് വീരോചിതമായ ശക്തി പരീക്ഷണങ്ങളായിരുന്നതിനാൽ അതിൽ പങ്കെടുക്കണമെന്ന് ഒതേനന് ആഗ്രഹം തോന്നി. കുഞ്ഞിരാമ, നമുക്ക് മത്സരവേദിയിലേക്ക് പോവാം. തരപ്പെട്ടാൽ അതിലൊന്ന് പങ്കെടുക്കുകയും ചെയ്യാം, ഒതേനൻ ചാപ്പനോട് പറഞ്ഞു. എങ്കിലായിക്കോളൂ, അവിടുന്ന് മുമ്പേ നടന്നോളൂ, അടിയൻ പിന്നാലെ വന്നോളാം. ഇരുവരും മത്സരം നടക്കുന്ന മൈതാനത്ത് വന്നു ചേർന്നു. കാഴ്ച കാണുന്നതിന് ധാരാളം ആളുകൾ കൂടി നിന്നിരുന്നു. നാടുവാഴിയും പത്നിയും മകളുമെല്ലാം കാലേ കൂട്ടി അവിടെ സന്നിഹിതരായിരുന്നു. ആദ്യത്തെ മത്സരം ആരംഭിക്കുവാൻ പോവുകയാണ്.
നാടുവാഴിയുടെ വകയായ കൊമ്പനാനയെ ഇവിടെ കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ പുറത്തു കയറി ഈ മൈതാനം ചുറ്റി വരുന്നവർക്ക് അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. നാടുവാഴിയുടെ പ്രതിനിധി ഉറക്കെ വിളിച്ചു പറഞ്ഞു. കണ്ടാച്ചേരി ചാപ്പൻ തച്ചോളി ഒതേനൻ്റെ മുഖത്തേക്ക് പാളി നോക്കി. കൊള്ളാം, തരക്കേടില്ല എന്ന ഭാവത്തിൽ ഒതേനൻ തലയാട്ടി. അലങ്കരിക്കപ്പെട്ട ആന രാജഗംഭീര്യത്തോടെ മൈതാന മധ്യത്തിൽ തല ഉയർത്തി നിന്നു. തുടങ്ങാം, ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വന്ന് അതിനെ മെരുക്കി പുറത്തു കയറി യാത്ര ചെയ്യാം, രാജപ്രതിനിധി വിളിച്ചു പറഞ്ഞു. മേളം മുറുകി. ജനം ആകാംക്ഷാഭരിതരായി. ആന എന്തോ മനസ്സിലായിട്ടെന്നതുപോലെ സാവകാശം ഇളകിയാടുവാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുവാനായി ഒതേനനും ചാപ്പനും ജാഗരൂകരായി നോക്കി നിന്നു. കാഴ്ചയ്ക്ക് ആരോഗ്യവാനും സുന്ദരനുമായ ഒരു യുവാവ് ആനയുടെ അടുത്തേക്ക് ചെന്നു. നാടുവാഴിയെ വന്ദിച്ച് അയാൾ ആനയെ നിലയ്ക്ക് നിർത്തി അതിൻ്റെ പുറത്ത് കയറുവാൻ തീവ്ര ശ്രമം നടത്തി. ആന കാലുമടക്കാൻ കൂട്ടാക്കിയില്ല, നിലയ്ക്ക് നിന്നില്ല. ആനയുടെ തുമ്പിക്കൈയിൽ അള്ളിപ്പിടിച്ച് അതിൻ്റെ പുറത്തേക്ക് കയറുവാൻ ആ യുവാവ് ഒരു പാഴ്ശ്രമം നടത്തി. ആന തുമ്പിക്കൈ ചുഴറ്റി വീശി. അടിയേറ്റ യുവാവ് അകലെ ചെന്ന് വീണു. ജനം ആർത്തു ചിരിച്ചു. അപമാനിതനായ യുവാവ് ശ്രമപ്പെട്ട് എഴുന്നേറ്റ് പോയി. അടുത്തതായി മറ്റൊരാൾ വന്ന് വളരെ നയത്തോടെ ആനയെ തട്ടിയും തടവിയും അതിനെ ഇണക്കിയെടുക്കുവാൻ നോക്കി. എന്നാൽ ആന അയാളുടെ തലോടലേറ്റ് ഇണങ്ങിയില്ല. അത് പഴയപടി നൃത്തം ചവിട്ടിക്കൊണ്ടേയിരുന്നു. ക്ഷമ നശിച്ച അയാൾ അതിൻ്റെ കൊമ്പുകളിൽ പിടിച്ച് അവിടെ നില്ലാനേ എന്ന് അലറി വിളിച്ചു. അടുത്ത ക്ഷണം ആ ഗജവീരൻ മസ്തകമൊന്ന് കുടഞ്ഞു. അയാൾ തെറിച്ച് ദൂരെ ചെന്ന് വീണു. ജനം കൈയടിച്ച് രസിച്ചു. മറ്റൊരാൾ കൂടി കൊമ്പനാനയുടെ അടുത്ത് ചെന്ന് അതിനെ മെരുക്കുവാൻ ശ്രമം നടത്തി. അയാളുടെ തന്ത്രങ്ങളൊന്നും വിലപ്പോയില്ല. നിരാശനായ അയാൾ കുരുത്തം കെട്ട ആന എന്ന് പെറുപെടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. പിന്നീട് ആരും ആനയുടെ അടുത്തേക്ക് വന്നില്ല. ഇനി ആരുമില്ലേ? ആനയെ മെരുക്കുവാനും അതിൻ്റെ പുറത്ത് കയറുവാനും ധൈര്യമുള്ള ആരും ഇവിടെ ഇല്ലേ? രാജപ്രതിനിധി ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ആരും പ്രതികരിച്ചില്ല. കുഞ്ഞിരാമ, നാം എന്ന് ശ്രമിച്ചു നോക്കിയാലോ? ബ്രാഹ്മണ വേഷധാരിയായ ഒതേനൻ ചാപ്പനോട് ചോദിച്ചു. ആയിക്കൂടുന്നില്ല, എന്നാൽ തിരുമേനിയുടെ ഈ കോലം? ചാപ്പൻ ചോദിച്ചു. സാരമില്ലെന്നേ, ആണത്തം വേഷത്തിലില്ലല്ലോ, അത് മനസ്സിലല്ലേ? എന്നാൽ ആയിക്കോളൂ. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒതേനൻ ഇറങ്ങി ആനയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അത് കണ്ട് കാഴ്ചക്കാരിൽ ഒരാൾ ചിരിയോടെ പറഞ്ഞു. ദാണ്ടേ വരുന്നടാ ആനയെ മെരുക്കാൻ ഒരു നമ്പൂരിശൻ. അവിടെ കൂട്ടച്ചിരി ഉയർന്നു. ആരാണ് നിങ്ങൾ? എന്താണ് ഭാവം? രാജപ്രതിനിധി ആശ്ചര്യത്തോടെ ചോദിച്ചു. നോം കീഴൂരും മനക്കിലെ മിത്രൻ നമ്പൂതിരി. ഈ കൊമ്പനാനയുടെ പുറത്ത് ഒന്നങ്ങട് കയറാൻ നോക്കിയാലോ എന്നൊരു പൂതി. പൂതി കൊള്ളാം, എന്നാൽ ആയുസ് എത്താതെ ചാവണമെന്നുണ്ടോ? ഹായ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. അച്ഛൻ തിരുമേനി മാതംഗഗിരിശാസ്ത്രം വായിക്കണത് നോം കേട്ടിരിക്കുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാ ആനപ്പുറത്ത് കയറണമെന്നുള്ള മോഹം. ഓഹോ, എങ്കിലായിക്കൊള്ളൂ. ദേവഹിതം മാറ്റാൻ സാധിക്കുകയില്ലല്ലോ. മിത്രൻ നമ്പൂതിരി അല്പം മാറി നിന്ന് ആനച്ചന്തം നോക്കിക്കണ്ടു. എന്നിട്ട്, തരക്കേടില്ലാട്ടോ, കുത്തുകൊണ്ട് ചാവാനാ വിധിയെങ്കിൽ അത് നാടുവാഴിയുടെ ആനയുടെ കുത്തുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് മലക്കം മറിഞ്ഞ് മിത്രൻ നമ്പൂതിരി എന്ന തച്ചോളിയോധേനൻ സകലരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കൊമ്പനാനപ്പുറത്ത് സ്വസ്ഥനായിട്ടിരുന്നു. അതോടെ ആനയുടെ ആട്ടം നിലച്ചു. അത് ഇണക്കത്തോടെ ഒതേനനെ അനുസരിച്ചു. നാടുവാഴിയും പരിവാരങ്ങളും ഭലേ ഭേഷ് എന്ന് അനുമോദിച്ചു. കാഴ്ചക്കാർ കൈയടിച്ച് ആരവം മുഴക്കി. കണ്ടാച്ചേരി ചാപ്പൻ അത് കണ്ട് ഊറിച്ചിരിച്ചു. തച്ചോളി ഒതേനൻ രണ്ടാമത് നേരിടേണ്ടി വന്ന മത്സരം വളരെ പ്രയാസമേറിയതായിരുന്നു. ഒരു തൂക്കുവിളക്ക് നിറച്ച് എണ്ണയൊഴിച്ച് തിരിയുമിട്ട് ഭദ്രദീപമായി കൊളുത്തി സഭാമധ്യത്തിൽ തൂക്കിയിട്ടിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ആ വിളക്കിൻ്റെ തട്ട് ശരിയായി കടക്കുവാൻ മാത്രം വൃത്തമുള്ള മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം വെച്ചിരുന്നു. വിളക്ക് തൂക്കിയിട്ടിരുന്ന ചങ്ങല ഒരൊറ്റ വെട്ടിന് മുറിക്കണം. വിളക്കിൻ്റെ തട്ട് താഴെ വെച്ചിരിക്കുന്ന മരപാത്രത്തിൽ കൃത്യമായി ചെന്ന് വീഴണം. വിളക്കിലെ ഒരു തിരി പോലും കെടുവാനോ ഒരു തുള്ളി എണ്ണ പോലും ചിതറിപ്പോവാനോ പാടില്ല. ഇതായിരുന്നു മത്സരത്തിൻ്റെ നിബന്ധന. എന്തോ ഭാഗ്യം കൊണ്ട് ആനപ്പുറത്ത് ചാടിക്കേറിയ അതിനെ മെരുക്കിയെടുത്ത നമ്പൂരീശൻ ഈ മത്സരത്തിൽ തോറ്റത് തന്നെ. വാള് കണ്ടാൽ വിറയ്ക്കുന്ന തിരുമേനി അത് കയ്യിലെടുക്കുകയാണെങ്കിൽ തന്നെ
ചങ്ങല വെട്ടിമുറിക്കാനും തിരികെടാതെയും എണ്ണ തൂവാതെയും കൃത്യമായി മരപ്പാത്രത്തിൽ തട്ടുവീഴ്ത്തുവാനും സാധിക്കുമോ? പാവം നിന്നു പരുങ്ങുന്നത് കണ്ടില്ലേ? കൂട്ടുകാരനായ വെറ്റിലച്ചെല്ലക്കാരനോട് എന്തൊക്കെയോ കയ്യും കലാശവും കാട്ടുന്നുമുണ്ടല്ലോ. കാഴ്ചക്കാരുടെ പ്രതികരണം ഇങ്ങനെയെല്ലാമായിരുന്നു. എന്നാൽ സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിളക്കിനടുത്ത് വെച്ചിരുന്ന നീണ്ട വാൾ ഒതേനൻ കയ്യിലെടുത്തു. 1-2 ചുവടുകൾ മുന്നോട്ട് വെച്ചു. കണ്ണു ചിമ്മി തുറക്കും മുമ്പേ ചങ്ങലയിൽ ആഞ്ഞു വെട്ടി. വിളക്കിന്റെ തട്ട് കൃത്യമായി ചെന്ന് മരപാത്രത്തിൽ വീണു. തിരികെട്ടതുമില്ല, ഒരു തുള്ളി എണ്ണ ചിന്നിച്ചിതറിയതുമില്ല. ആ അത്ഭുത കാഴ്ച കണ്ട് നാടുവാഴിയും പരിവാരങ്ങളും കൈയടിച്ചാമോദിച്ചു. ആശ്ചര്യഭരിതരായ കാഴ്ചക്കാർ ആർപ്പ് വിളിച്ച് നമ്പൂരിശനെ അഭിനന്ദിച്ചു. കൂട്ടുകാരനായ കുഞ്ഞിരാമൻ മാത്രം ഒരു കള്ള ചിരി ചിരിച്ചു നിന്നതേയുള്ളൂ. അടുത്ത മത്സരം അതിനേക്കാൾ കഠിനമായിരുന്നു. ഉന്നം പിഴയ്ക്കാതെ കല്ലെറിയാൻ പരിശീലിച്ചിട്ടുള്ള 10 പേർ ഒരേ സമയം ചുറ്റിലും നിന്ന് കല്ലെറിയുമ്പോൾ നടുക്കു നിൽക്കുന്ന നമ്പൂരിശൻ ഒരൊറ്റ കല്ല് പോലും തൻ്റെ ദേഹത്ത് സ്പർശിക്കാതെ ഉറുമി ചുഴറ്റി ഏറുതടുക്കണം. ഇതായിരുന്നു നിബന്ധന. 2 മത്സരങ്ങളിലും വിജയം കൈവരിക്കുന്നതുവരെ നമ്പൂരിശന്റെ പേരിൽ കാഴ്ചക്കാർക്ക് വിശ്വാസമോ പ്രതിപതിയോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം അവരുടെ മനസ്സിൽ വീരനായകനും ഇഷ്ടതാരവുമായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ അദ്ദേഹം മത്സരത്തിൽ വിജയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 10 പേരും വേണ്ടത്ര കല്ലുകളുമായി നമ്പൂരിശനെ ചുറ്റി നിന്നു. നമ്പൂരിശൻ കൂസലന്യ ഉറുമിയുമായി എന്തും നേരിടുന്നതിന് സന്നദ്ധനായി മധ്യത്തിൽ നിന്നു. കാഴ്ചക്കാർ ശ്വാസമടക്കി പ്രാർത്ഥനയോടെ മുൾമുനയിൽ നിന്നു. ഒരുമിച്ച് ചുറ്റിലിൽ നിന്ന് 10 കല്ലുകൾ വായുവിൽ പറന്നു മൂളിക്കൊണ്ട് നമ്പൂരിശന് നേരെ പാഞ്ഞു ചെന്നു. മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്പൂരിശൻ പമ്പരം കണക്കെ കറങ്ങി ഉറുമിച്ചുഴറ്റി. കല്ലുകളുടെ ആക്രമണമോ ഉറുമിത്തലപ്പ് കൊണ്ടുള്ള പ്രത്യാക്രമണമോ കാഴ്ചക്കാർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. തട്ടിത്തെറിക്കുന്ന ശബ്ദം മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഉറുമിത്തലപ്പിൽ തട്ടി തിരിച്ചു ചെന്നുകൊണ്ടിരുന്ന കല്ലുകളുടെ ആഘാതമേറ്റ് വേദന സഹിക്കാൻ വയ്യാതെ ഏറുകാർ അയ്യോ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയും സംഭവിക്കുമോ? ഈ നമ്പൂരിശൻ യുവാവ് ആരായിരിക്കും? ഇത്തരത്തിലുള്ള ഉറുമിപ്രയോഗ പ്രകടനം അത്യപൂർവം തന്നെ. നാടുവാഴിയും പരിവാരങ്ങളും അത്ഭുതപ്പെട്ടു. കാഴ്ചക്കാർ ആവേശഭരിതരായി ആർപ്പുവിളികളോടെ നമ്പൂരിശനെ പ്രോത്സാഹിപ്പിച്ച് കയ്യടി മുഴക്കി. കൺമുന്നിൽ അരങ്ങേറിയ അത്ഭുതകരമായ ആയുധപ്രയോഗ പ്രകടനം കണ്ട് ആവേശഭരിതനായ നാടുവാഴി ഓടിച്ചെന്ന് നമ്പൂതിരി യുവാവിനെ ആലിംഗനം ചെയ്ത് ഉദ്യോഗത്തോടെ ചോദിച്ചു, ആയോധന കലയുടെ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച താങ്കൾ നിസാരനായ ഒരു നമ്പൂതിരി യുവാവാണെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ അങ്ങ് ആരാണ്? ഞാൻ തച്ചോളി വീട്ടിലെ ഒതേനക്കുറുപ്പ്. സഞ്ചാര സൗകര്യാർത്ഥം നമ്പൂതിരി യുവാവായി വേഷം കെട്ടിയെന്ന് മാത്രം. ഒതേനൻ പരമാർത്ഥം പറഞ്ഞു. ആഹാ, താങ്കളുടെ വീരസാഹസ കൃത്യങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരിൽ കാണുവാനും ഭാഗ്യം സിദ്ധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അങ്ങേക്ക് നന്മ നിറഞ്ഞ സ്വാഗതം. നാടുവാഴി ഒതേനനെ ഹൃദ്യമായി സ്വീകരിച്ചു. നിൽക്കണേ, വെറ്റിലച്ചെല്ലവുമായി പിന്നാലെ നടന്നു വരുന്ന ഈ പാവം കുഞ്ഞിരാമനെ കൂടി ഓർക്കണേ. അടുത്തു നിന്ന ചാപ്പൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഇയാൾ? നാടുവാഴി സംശയത്തോടെ ചോദിച്ചു. ഈ തച്ചോളി ഒതേനന്റെ നിഴൽ, എൻ്റെ സന്തത സഹചാരിയും ഉറ്റ സുഹൃത്തുമായ കണ്ടാച്ചേരി ചാപ്പൻ. ഒതേനൻ നാടുവാഴിക്ക് ചാപ്പനെ പരിചയപ്പെടുത്തി. സന്തോഷം. ഒരു സാഹസികന് മറ്റാരേക്കാൾ പ്രധാനം ആത്മസുഹൃത്ത് തന്നെയാണ്, നാടുവാഴി അഭിപ്രായപ്പെട്ടു. അപ്പോഴേക്കും നാടുവാഴിയുടെ മകൾ കുഞ്ഞിപ്പൊന്നി കയ്യിൽ വരണമാല്യവുമായി തോഴിമാരൊത്ത് അവിടെ വന്നു ചേർന്നു. മാതാപിതാക്കളുടെ സമ്മതത്തോടെ അവൾ തച്ചോളി ഒതേനന്റെ കഴുത്തിൽ മംഗല്യഹാരം അണിയിച്ചു. മംഗളവാദ്യങ്ങൾ മുഴങ്ങി. ജനം ഹർഷാരവം മുഴക്കി. അല്പനേരത്തെ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം തങ്ങളുടെ യാത്രോദ്ദേശം അണ്ടല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനമായിരുന്നുവെന്ന് ഒതേനൻ നാടുവാഴിയോട് പറഞ്ഞു. ദൈവകാര്യത്തിന് വിഘ്നം വരുത്തിക്കൂടാ. ദർശനം കഴിഞ്ഞ് വേഗം മടങ്ങി വരിക. ഈ ദേശവും ഞങ്ങളുടെ പൊന്നോമന പുത്രിയും ഞങ്ങളും തച്ചോളി ഒതേനു മാത്രം സ്വന്തമാണ്. നാടുവാഴിയുടെ സമ്മതത്തോടെ ഒതേനും ചാപ്പനും എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീരാമദേവ ദർശനത്തിനായി അണ്ടല്ലൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു.